ഇൻഷുറൻസിലെ മെയിനായിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് പറയണേ? ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ഇൻഡെമിനിറ്റി, സബ്രോഗേഷൻ, പ്രോക്സിമേറ്റ് കോസ്, കോൺട്രിബ്യൂഷൻ, മിറ്റിഗേഷൻ ഓഫ് ലോസ്. ഇത്ര കാര്യങ്ങളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസിൽ പറയണത്. ഫസ്റ്റ് വൺ ആണ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണോ ഏതൊരു ഒബ്ജക്റ്റ് ആണോ അവിടെ ഇൻഷുറൻസ് കിട്ടാനായിട്ട് വെക്കുന്നത് അതിൽ നമുക്കൊരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മുടെ സ്വന്തം വീടിനാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഓൾറെഡി എന്തുണ്ടായിരിക്കും, അതിനോടൊരു എക്സ്ട്രാ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. എന്നാൽ മറ്റൊരാളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വയ്ക്കുമ്പോൾ എന്തുണ്ടായിരിക്കില്ല, നമുക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ കോൺട്രാക്റ്റ് എന്തായിരിക്കുള്ളൂ, വോയിഡ് ആയിരിക്കുള്ളൂ. അത് ഏതൊരു ഒബ്ജക്റ്റിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുണ്ടായിരിക്കണം, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ പുറത്ത് നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയണത്. അതാണ് ഫസ്റ്റത്തെ പ്രിൻസിപ്പിൾ. സെക്കൻഡ് പ്രിൻസിപ്പിളാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഇൻഷുർഡും ഇൻഷുററും തമ്മിൽ ഒരു കാര്യങ്ങളും പറയാതിരിക്കരുത്. ഇൻഷുർഡ് അയാളുടെ എല്ലാ കാര്യങ്ങളും, മെറ്റീരിയൽ ഫാക്ട്സും എല്ലാ ഇൻഫോർമേഷൻസും ഇൻഷുററോട് എന്ത് ചെയ്യണം, ഷെയർ ചെയ്തിരിക്കണം. അവർ തമ്മിൽ നല്ലൊരു ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിശ്വസ്തത കീപ്പ് ചെയ്യണം. ഒരു കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് ആയിരിക്കരുത് ആ ഒരു കോൺട്രാക്റ്റിലേക്ക് വരേണ്ടത്. അവർ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് തന്നെ ഇൻഷുർഡ് പറഞ്ഞിരിക്കണം. മെറ്റീരിയൽ ഫാക്ട്സും അതുപോലെ തന്നെ എല്ലാ ഇൻഫോർമേഷൻസും ആർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം, ഇൻഷുറർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതാണ് സെക്കൻഡ് പ്രിൻസിപ്പിൾ. തേർഡ് പ്രിൻസിപ്പിളാണ് ഇൻഡെമിനിറ്റി. ഇൻഡെമിനിറ്റി എന്നുള്ളത് നമ്മുടെ ലൈഫ് ഇൻഷുറൻസിൽ വരില്ല. കാരണം ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു പേഴ്സൻ്റെ പുറത്തെടുക്കുന്ന ഇൻഷുറൻസ് ആണ്. അപ്പോൾ അയാൾ മരിച്ചു കഴിയുമ്പോൾ അയാളുടെ ലോസ് നമുക്ക് അളക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെർട്ടൈൻ മണി നമ്മൾ കൊടുക്കും. ആർക്കാണോ നോമിനി ആയിട്ട് വെച്ചിരിക്കുന്നത് അയാൾക്കത് കൊടുക്കുകയാണ് ചെയ്യുക. എന്നാൽ ബാക്കിയുള്ള ഇൻഷുറൻസിൻ്റെ കേസസിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആക്ച്വൽ എമൗണ്ട് ഓഫ് ലോസ്, അതല്ലാന്നുണ്ടെങ്കിൽ എത്രയാണോ ആ പോളിസി എമൗണ്ട്, ഇതിലേതാണോ ലോവർ അതായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കുക. എന്നാൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റുമോ? ആക്ച്വൽ എമൗണ്ട് ഓഫ് ലോസ് നമുക്കറിയില്ലല്ലോ, എങ്ങനെയാണ് ആക്ച്വൽ എമൗണ്ട് ഓഫ് ലോസ് എന്ന് കാണുക. അപ്പോൾ നമ്മൾ ആ പോളിസി എമൗണ്ട് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. എന്നാൽ ബാക്കിയുള്ള ഇൻഷുറൻസുകളുടെ കേസിൽ എന്തുണ്ടാവും, ഈ ഒരു ഇൻഡെമിനിറ്റി ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ ആക്ച്വൽ എമൗണ്ട് ഓഫ് ലോസ്, അതല്ലാന്നുണ്ടെങ്കിൽ പോളിസി എമൗണ്ട് ഏതാണോ ലോവർ അതായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ലൈഫ് ഇൻഷുറൻസിൽ എന്തുണ്ടായിരിക്കില്ല, ഇൻഡെമിനിറ്റി ഉണ്ടായിരിക്കില്ല. അടുത്തതാണ് സബ്രോഗേഷൻ. സബ്രോഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരിക്കും. ആ തേർഡ് പാർട്ടിക്ക് ഇൻഷുർഡും ഇൻഷുററും കൂടാതെ ഇൻഷുർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരിക്കും. ആ തേർഡ് പാർട്ടിക്കായിരിക്കും എന്ത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക, ഈ ഒരു റൈറ്റും റെമഡീസും എല്ലാം തന്നെ അയാൾക്കായിരിക്കും. ആ ബെനഫിറ്റും എല്ലാ കാര്യങ്ങളും നമ്മൾ തേർഡ് പാർട്ടിക്ക്, ചിലപ്പോൾ ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻഷുർഡ് മരിച്ചതിന് ശേഷമായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അത് ആർക്കായിരിക്കും അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവുക, തേർഡ് പാർട്ടിക്കായിരിക്കും. അതിനെയാണ് സബ്രോഗേഷൻ എന്ന് വിളിക്കുന്നത്. പിന്നത്തെ ഒരു പ്രിൻസിപ്പിളാണ് കോസ പ്രോക്സിമ. കോസ പ്രോക്സിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്മീഡിയറ്റ് കോസ് വിച്ച് റിസൾട്ട് ഇൻ ടു എ ഡെഫിനേറ്റ് ലോസ്. ആ ഒരു ലോസ് ഉണ്ടാക്കാനുള്ള മോസ്റ്റ് ഇമ്മീഡിയറ്റ് കോസ് എന്താണോ അതായിരിക്കും അവർ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അതായത് ഒറ്റ നോട്ടത്തിൽ കാണുന്ന എന്ത് കോസാണ് ആ ഒരു ലോസ് ഉണ്ടാക്കാനായിട്ട് അവിടെ വന്നത്, ആ ഒരു ലോസ് ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, എടുക്കുന്നുണ്ടാവുള്ളൂ. അതാണ് കോസ പ്രോക്സിമ എന്ന് പറയുന്നത്. മിറ്റിഗേഷൻ ഓഫ് ലോസ്. മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഇൻഷുറൻസ് എടുക്കുന്നത്, ഒന്നില്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ലോസിൻ്റെ സിവിയാരിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ആ ലോസിനെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പോൾ മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നില്ലെങ്കിൽ മിനിമൈസ് ഓർ റെഡ്യൂസ് ദ സിവിയാരിറ്റി ഓഫ് ലോസ്. നമുക്ക് ഉണ്ടാകുന്ന ലോസിൻ്റെ സിവിയാരിറ്റി കുറയ്ക്കാനോ അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുന്നത് ആ ഒരു പർപ്പസാണ് മിറ്റിഗേഷൻ ഓഫ് ലോസ്. അതെവിടെ ഉണ്ടായിരിക്കണം, ഇൻഷുറൻസിൽ ഉണ്ടായിരിക്കണം. അതൊരു പ്രിൻസിപ്പിളാണ്. പിന്നെ പറയുന്ന പ്രിൻസിപ്പിളാണ് കോൺട്രിബ്യൂഷൻ. അതായത് ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി പോലെ തന്നെയുള്ള ഒരു കാര്യമാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് അവിടെ ഒരു റിസ്കിന് ഒന്നോ അതിൽ കൂടുതലോ ഇൻഷുറൻസ് അവർ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരു ഇൻഷുറൻസ് മാത്രമേ ഒരു ഇതിനെടുക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഒന്നോ അതിൽ കൂടുതലോ അവർ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് എത്രയാണോ ആക്ച്വൽ എമൗണ്ട് ഓഫ് ലോസ് വന്നിട്ടുള്ളത് അത് അവരെന്ത് ചെയ്യും, കോമ്പൻസേറ്റ് ചെയ്ത് വിടും. അതാണ് അവരുടെ ഉദ്ദേശം. അതായത് കൂടുതലായിട്ട് നമുക്കൊന്നും കിട്ടില്ല, നമുക്ക്
എത്രയാണോ ആക്ച്വൽ എമൗണ്ട് ഓഫ് ലോസ് വന്നത് ആ ഒരു എമൗണ്ട് ആര് കോമ്പൻസേറ്റ് ചെയ്യും? ഇൻഷുറർ കോമ്പൻസേറ്റ് ചെയ്യും. അപ്പോൾ മൊത്തം 7 പ്രിൻസിപ്പിൾസാണ് നമ്മുടെ ഈ ഒരു ഇൻഷുറൻസിനുള്ളത്. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ഇൻഡെമിനിറ്റി, സബ്രോഗേഷൻ, പ്രോക്സിമേറ്റ് കോസ്, കോൺട്രിബ്യൂഷൻ, മിറ്റിഗേഷൻ ഓഫ് ലോസ്. ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻഷുറൻസിൽ നിന്ന് ഒരു essay ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ഒരു കാര്യമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. അപ്പോൾ എന്തായാലും അത് വായിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ.